വെള്ളപ്പൊക്കമുണ്ടായിരിക്കുന്ന, മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്ന, ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്ന പ്രഭവ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, മുണ്ടക്കയിൽ നിന്നുമുള്ള കാഴ്ചകൾ ആശ്വസിപ്പിക്കാവുന്നൊരു കാഴ്ചയാണ്. ട്രീ വാലിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന 100ഓളം പേരെ ഇപ്പോൾ ദുരന്ത നിവാരണ സംഘം രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതീവ ദുർഘടമായ ഒരു പാതയിലൂടെ വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു അന്ത്യം ആ ഘട്ടത്തിലുണ്ടായിരിക്കുന്നു. പക്ഷേ ഇനിയും മുണ്ടക്കയിലെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ട്. തുടർച്ചയായ കോളുകൾ നമുക്ക് ഈ ട്രീ വാലിയിൽ നിന്ന് വന്നിരുന്നു. ട്രീ വാലി, മദ്രസ, സ്കൂൾ, അമ്പലം, ബസ് സ്റ്റാൻഡ്, IB ബംഗ്ലാവ് എന്നിങ്ങനെ വ്യത്യസ്ത സ്പോട്ടുകളിലായി നൂറുകണക്കിന് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ IBയിൽ ഉണ്ടായിരുന്ന, അത്യാസന്ന നിലയിലുണ്ടായിരുന്ന 2 പേരെ താഴേക്ക് കൊണ്ടുപോയി. റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ഈ ട്രീ വാലിയിൽ ഉണ്ടായിരുന്ന അത്യാസന്ന നിലയിലുള്ളവരെയും അടക്കം ഇപ്പോൾ 100 പേരെയും അവിടെ നിന്ന് സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയുടെയും ഒപ്പം തന്നെ റെസ്ക്യൂ മിഷൻ്റെയും വളരെ ചെറിയൊരു സംഘത്തിന് മാത്രമാണ് നിലവിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാൻ സാധിച്ചത്. ആ സംഘത്തിനോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹനും ഉണ്ടായിരുന്നു. ദീപക് മോഹനും സംഘവും എത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ കരളലിയിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ചൂരൽമലയിലും വെള്ളരിമലയിലും പൂർണ്ണമായിട്ടും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. മുണ്ടക്കൈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ എത്രയുണ്ട് ഇതിൽ മരണം എന്നുള്ളത് നമ്മളെ കുഴക്കുന്നു. ഇപ്പോഴും വ്യക്തമായ കണക്കുകൾ ലഭ്യമല്ല. മുണ്ടക്കൈ മേഖലയിൽ പലരുടെയും മിസ്സിംഗ് നമ്പറുകൾ നമുക്ക് കിട്ടുന്നു. നേരത്തെ നൂറുദ്ദീൻ നമ്മളെ വിളിച്ച് കരയുന്നത് കണ്ടു. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. സേവനം വേണം, ഞങ്ങളെ രക്ഷിക്കണം ഇവിടെയുള്ള മനുഷ്യരെ എന്ന് അദ്ദേഹം വിളിച്ച് കരയുന്നത് കണ്ടു. ഏകദേശം 6, 7, 8 മണിക്കൂറുകൾക്ക് ശേഷം മുണ്ടക്കൈയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു. നമ്മളുടെ ദൗത്യസംഘം അവിടെ എത്തി. മണ്ണിനിടയിൽ കുടുങ്ങിയവരെ, മരക്കഷ്ണങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ, പാറക്കെട്ടുകളിൽ കുടുങ്ങിയവരെ, ഇപ്പോൾ പ്രേക്ഷകർ ചിത്രത്തിൽ കാണുന്ന സുദേവൻ്റെ വീട്ടിലടക്കം കുടുങ്ങിയവരെ പലരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഫലം കാണുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർ എത്തും മുൻപ് തന്നെ മരണത്തിന് കീഴടങ്ങിയവരുടെ എണ്ണം നമ്മളെ ഭയപ്പെടുത്തുന്നു. ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 80-ലധികം ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പലയിടത്തും ആളുകളുടെ മിസ്സിംഗ് ലിങ്കുകളുണ്ട്. നിരവധി പേരുകൾ നമ്മളെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളുടെ വിവരം ആരായുന്നുണ്ട്. എമർജൻസി ഡെസ്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നു. ഇന്ന് രാവിലെ 1 മണിയോടുകൂടി ചൂരൽമലയിലാണ് ആദ്യമായിട്ട് ഉരുൾപൊട്ടലുണ്ടായത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന് ശേഷം മുണ്ടക്കൈ മേഖലയെ ഒന്നാകെ ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിൽ 4 മണിയോടുകൂടി രണ്ടാമതും മൂന്നാമതും 2 ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നു. അതോടുകൂടി ചൂരൽമലയിലെ പാലം പൂർണ്ണമായി ഒലിച്ചു പോകുന്നു. ഈ മേലെയുള്ള ഭാഗത്ത്, മുണ്ടക്കൈ ഭാഗത്തുണ്ടാവുന്ന അതിദുഷ്കരമായിട്ടുള്ള ഒരു പാതയിലൂടെ കടന്നു പോകാൻ കഴിയാതെ വരുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവുന്നു. രക്ഷാപ്രവർത്തകർക്ക് പിന്തിരിഞ്ഞോടേണ്ടി വരുന്നു. വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് നമ്മൾ കണ്ടു. ഇരുവഴിഞ്ഞു പുഴ ഇരുകരകളിലേക്കും കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചാലിയാറിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ താഴെ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുണ്ടക്കൈയിൽ നിന്നും മലയിൽ നിന്നുമെല്ലാം ഒലിച്ചു വന്നവരുടെ മൃതദേഹങ്ങൾ കരക്കടിയുന്ന വളരെ ദാരുണമായ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. കേരളം കണ്ട ഏറ്റവും അതിഭീകരമായ പ്രകൃതി ദുരന്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഫുൾ സ്വിങ്ങിലാണ്. എന്നാൽ പലപ്പോഴും ഈ ചൂരൽ മലയിൽ നിന്നുള്ള പാലം അത് കടക്കാൻ ഒരു ബുദ്ധിമുട്ട്, സാങ്കേതികമായൊരു ബുദ്ധിമുട്ടുണ്ട്. അത് മറികടന്നും പുഴയെ മുറിച്ച് കടന്ന് രക്ഷാപ്രവർത്തകരും ഒപ്പം വാർത്താസംഘവും മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നാം കണ്ട കാഴ്ചകൾ, നമ്മൾ കേട്ട ശബ്ദങ്ങൾ, നമ്മളോടുള്ള നിസ്സഹായരായിട്ടുള്ള നിലവിളികൾ, ഇതെല്ലാം നമ്മുടെ കരൾ പിളർക്കും നിലവിളികളായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ 84 കഴിഞ്ഞിരിക്കുന്നു. കനത്ത മഴയും കുത്തൊഴുക്കും ഇപ്പോഴും പ്രദേശത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി എന്നത് രക്ഷാപ്രവർത്തനത്തെ പകൽ ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും നമുക്ക് ഒടുവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ, സൈന്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. 170 അംഗങ്ങളുടെ ഒരു സംഘം കണ്ണൂരിൽ നിന്ന്, 30 അംഗ സംഘം കോഴിക്കോട് നിന്നുമായി പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു തുടങ്ങുന്നു. 2 ഹെലികോപ്റ്ററുകൾ രാവിലെ തന്നെ 8:30 ഈ മേഖലയിലേക്ക്, മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിയതെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി നിന്ന കാലാവസ്ഥ കാരണം ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടായി. 4 മന്ത്രിമാർ ഒരുമിച്ചു ചേർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കാഴ്ച, MLA-മാരുമായി മന്ത്രിമാരുമായുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ സമയം 4 മണിയായിരിക്കുന്നു. ഇനി 1-1.5 മണിക്കൂർ കൂടി മാത്രമേ പ്രദേശത്ത് അല്പമെങ്കിലും വെളിച്ചമുണ്ടാവൂ. അത് കഴിഞ്ഞാൽ ഇരുൾ വീഴും. ഇരുൾ വീണാൽ ആ പ്രദേശത്ത് നിലവിൽ വൈദ്യുതി കണക്ഷനുകളില്ല.
സ്വാഭാവികമായും രക്ഷാപ്രവർത്തനം ദുസ്സഹമായി തീരും. അതിനിടയിൽ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്ന മനുഷ്യരുണ്ടോ, വീടിനടിയിൽ പെട്ടിരിക്കുന്ന മനുഷ്യരുണ്ടോ, കല്ലിനടിയിലും മരത്തിനടിയിലും പെട്ടിരിക്കുന്ന മനുഷ്യരുണ്ടോ, നിലവിളികൾ കേൾക്കാൻ പുറത്തു വരാത്ത വിധം നിസ്സഹായരായി തീർന്ന മനുഷ്യരുണ്ടോ, അവരെ തപ്പിയാണ് രക്ഷാദൗത്യ സംഘം അവിടെ എത്തിയിരിക്കുന്നത്. മുണ്ടക്കയിൽ കൂടുതൽ എത്തിയിട്ടില്ല. ഇപ്പോൾ 93 പേരുടെ മരണം എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. മരണസംഖ്യ അനുനിമിഷം ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടറിൻ്റെ എമർജൻസി റെസ്ക്യൂ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ആ സ്ഥലത്തുള്ള ദൗത്യസംഘത്തോടൊപ്പമുള്ള തങ്ങളുടെ മാധ്യമപ്രവർത്തകർ പ്രേക്ഷകർക്ക് നൽകും. നിങ്ങൾ ആശങ്കപ്പെടാതിരിക്കുക, പരിഭ്രമം വേണ്ട. പക്ഷേ അപ്പോഴും റെഡ് അലേർട്ട് ഉണ്ട് എന്നുള്ളത് അല്പം ആശങ്കയായി നമ്മൾ ഉള്ളിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ചൂരൻമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശത്തെ അപ്പാടെ ഒരു മലയിടിച്ചിൽ വിഴുങ്ങിക്കഴിഞ്ഞു, ഒരു പുഴ വിഴുങ്ങിക്കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സൈന്യം എത്തിയതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജമെത്തുന്നു. സൈന്യം പുഴ മുറിച്ചു കടന്ന് മറുഭാഗത്ത് മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തി.